ഹായ് ഹലോ. അപ്പോൾ മറ്റൊരു യാത്രയുമായിട്ട് നമ്മൾ വീണ്ടും ഒരു ദിവസം കൂടെ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് അബുദാബിയിലേക്കാണ്. അപ്പോൾ നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ട് നോക്കാം. നമ്മുടെ കൂടെ ഇന്ന് അൻസലുണ്ട്. അബുദാബിയിൽ എവിടെയാണ് നമ്മൾ പോകുന്നത്? ഷെയ്ഖ് സായദ് ഗ്രാൻഡ് മോസ്ക് അല്ലേ? ഷെയ്ഖ് സായദ് ഗ്രാൻഡ് മോസ്കിലൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷാർജത്തുമായി റോഡാണ്. നമുക്ക് ചുറ്റും കാണുന്നതാണ് എയർപോർട്ട്. ദുബായ് എയർപോർട്ടാണ്. ദുബായ് എയർപോർട്ടിൻ്റെ ചില ഭാഗങ്ങൾ ഏറ്റവും ലാസ്റ്റ്. നമ്മൾ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഗ്ലോബൽ വില്ലേജ്. ഇതാണ് ഗ്ലോബൽ വില്ലേജിലേക്കുള്ള എൻട്രൻസ്. ലാസ്റ്റ് ടൈം നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്ലോബൽ വില്ലേജ്. അപ്പോൾ ഇതാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ മെയിൻ എൻട്രൻസ്. ഇതുവഴിയാണ് ഗ്ലോബൽ വില്ലേജ് പോകുന്നത്. ആ ഭാഗം റൈറ്റ് സൈഡിലൊക്കെ കാണുന്നത് ഗ്ലോബൽ വില്ലേജിൻ്റെ പാർട്സാണ്. ഇതാണ് ഗ്ലോബൽ വില്ലേജ് നമുക്ക് കാണാൻ പറ്റുന്നത്. നൈറ്റ് ടൈമാണ് ഗ്ലോബൽ വില്ലേജ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഷാർജയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1.5-2 മണിക്കൂർ സമയമായിരിക്കും. യുഎയുടെ റോഡുകൾ വളരെ സ്മൂത്താണ്. പ്രത്യേകിച്ച് ഹൈവേ ഡ്രൈവ് എപ്പോഴും നല്ല വ്യത്യസ്തമായ അനുഭവമാണ്. വഴിയിൽ കാണുന്ന ഈ ഒരു ഡെസേർട്ട് വ്യൂ ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിന് വല്ലാത്തൊരു സമാധാനമാണ്. മണൽപ്പാടങ്ങൾ പോലെ ദുബായിൽ വരുന്ന പുതുതായിട്ടുള്ള ഇത്തിഹാദ് വഴിയിലെ കണക്ഷൻസ് ആണിത്. ഇപ്പോൾ നമ്മൾ അബുദാബിയിൽ എത്തിയിരിക്കുകയാണ്. ഇനി അബുദാബിയെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. ഇവിടുത്തെ റോഡുകൾ വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. റോഡിൻ്റെ ഇരുവശത്തും ചെടികളും മരങ്ങളും നട്ടിരിക്കുന്നു. ദുബായിലേതുപോലെയല്ല, ഇവിടെ ഗ്രീനറി കൂടുതൽ കാണാം. അതുകൊണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അബുദാബി യുഎയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ എമിറേറ്റുമാണ്. ഇവിടെ ഗവൺമെൻറ് ഓഫീസുകളും പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് സെൻ്ററുകളും സ്ഥിതി ചെയ്യുന്നു. ദുബായിലെ പോലെ തിരക്കേറിയതല്ല, എന്നാൽ വളരെ ക്ലീനും സൈലന്റുമായ ഒരു സിറ്റിയാണ് അബുദാബി. ഈ കാണുന്നതാണ് അബുദാബിയിലെ ഏറ്റവും ഫേമസ് ബിൽഡിങ്ങുകളിൽ ഒന്നാണ്. അൽദാർ എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണത്. കോയിൻ ബിൽഡിംഗ് എന്ന് ലോക്കലി അറിയപ്പെടുന്നു. നാണയം പോലെ റൗണ്ട് ഷേപ്പ് ആയതിനാലാണത്. തൊട്ടടുത്തായി കാണുന്നത് ബ്യൂട്ടിഫുള്ളായ അൽറഹ ബീച്ച് റിസോർട്ടാണ്. അങ്ങനെ നീണ്ട യാത്രയ്ക്കൊടുവിൽ ദൂരത്ത് വെളുത്ത മുത്തുപോലെ തിളങ്ങുന്ന ഷെയ്ഖ് സായദ് ഗ്രാൻഡ് മോസ്ക് കണ്ടപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം തോന്നി. അതെ, ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും ഭംഗിയേറിയതുമായ പള്ളികളിൽ ഒന്നാണ് ഈ മസ്ജിദ്. വെളുത്ത മാർബിളിൽ നിർമ്മിച്ച ഈ കെട്ടിടം ഇസ്ലാമിക് ശില്പശാലയുടെ അതുല്യമായ ഉദാഹരണമാണ്. ഓരോ തൂണിലും ഉള്ള ഡിസൈനുകൾ വളരെ സൂക്ഷ്മവും മനോഹരവുമാണ്. ഈ പള്ളിയിൽ ആകെ 4 മിനാരങ്ങളാണുള്ളത്. ഓരോന്നും 107 അടി ഉയരത്തിലുള്ളതാണ്. ആറ് ഗേറ്റാണുള്ളത്. അപ്പോൾ നമുക്കൊരു പാർക്കിംഗ് വേണം. അതിനുവേണ്ടി നമ്മൾ പോകുന്നത് പ്രധാന കവാടം നമ്മളിതാ പാസ് ചെയ്ത് കഴിഞ്ഞു. ദൂരെ കാണുന്നു മിനാരങ്ങളൊക്കെ ആയിട്ട് ദ ഗ്രേറ്റ്.
പാർക്കിംഗ് ഏരിയയുടെ താഴ്ഭാഗം ഭൂമിക്കടിയിലായിട്ട് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ വിശാലമായ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഏകദേശം 5 മുതൽ 7 മിനിറ്റ് വരെ നടന്നു വേണം നമുക്ക് ഇതുവഴി ഗ്രാൻഡ് മോസ്കിലേക്ക് എത്തിച്ചേരാൻ. ഈ ഒരു സമയത്ത് ബഗ്ഗി പോലുള്ള സൗകര്യവും എക്സ്കലേറ്റർ, ടൂറിസ്റ്റ് ഗൈഡോ ബസ്സും നമുക്ക് ഇവിടെ സൗകര്യപ്രദമായിട്ട് എടുക്കാവുന്നതാണ്. വിശാലമായ ഒരു ഷോപ്പിംഗ് അനുഭവം തന്നെയാണ് മോസ്കിന് താഴെയുള്ള ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് നമുക്ക് നൽകുന്നത്. ഗ്രാൻഡ് മോസ്കിൽ വസ്ത്രധാരണത്തിനായി ചില നിയന്ത്രണങ്ങൾ ഉണ്ട്. അവിടുത്തെ ഡിസ്പ്ലേയിൽ അത് നമുക്ക് കാണാൻ കഴിയും. മോഡേൺ ഡ്രസ്സുകൾ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. സ്ത്രീകൾ നിർബന്ധമായും ഫുൾ സ്ലീവ് ധരിച്ചിരിക്കണം. അങ്ങനെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ടോളറൻസ് പാത്തിലുള്ള ഈ ഒരു നീളൻ എക്സ്കലേറ്ററിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇതുവഴി വേണം മുകൾ ഭാഗത്തുള്ള ഗ്രാൻഡ് മോസ്കിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ. ഇതുവഴി പോകുമ്പോൾ ഇരുവശങ്ങളിലുമുള്ള മതിലുകളിലായി നിറയെ ചിത്രങ്ങളും ഡിസൈനുകളും നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ മുകളിലുള്ള ഗ്രാൻഡ് മസ്ജിദിലേക്ക് പോകുന്നത്. ഒടുവിൽ ലിഫ്റ്റ് വഴി ഗ്രാൻഡ് മോസ്കിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കാൻ പോവുകയാണ്. UAE-യിൽ വന്നാൽ ഒരു തവണയെങ്കിലും കാണേണ്ട തികച്ചും അതിശയിപ്പിക്കുന്ന ഒരു നിർമ്മിതി തന്നെയാണ് ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക്. ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളം ചുറ്റിയ പള്ളികളിൽ ഒന്നാണ് ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക്. മോസ്കിന് മുൻഭാഗത്തായി വിശാലമായ ഒരു ഗാർഡനും വാട്ടർ ഫൗണ്ടെയിനും നിർമ്മിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് നിന്ന് പള്ളിയെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മസ്ജിദ് UAE-യുടെ ആദ്യ പ്രസിഡന്റും ഷെയ്ഖ് സുൽത്താൻ ബിൻ നഹിയാന്റെ ഒരു സ്വപ്നമായിരുന്നു. ഈ പള്ളിയുടെ പണി ആരംഭിക്കുന്നത് 1996-ലായിരുന്നു. എന്നാൽ പണി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെടുകയും അദ്ദേഹത്തിന്റെ ആദരസൂചനയായി അദ്ദേഹത്തിന്റെ അനുസ്മരണകൾക്കും ദീർഘകാല വിസ്മയം നൽകുന്ന ഒരു പൈതൃകത്തിനും ഈ മസ്ജിദ് ഒരു സമർപ്പണമായി മാറി. സായിദ് മോസ്കിന്റെ പ്രധാനപ്പെട്ട കോർട്ട്യാർഡാണിത്. സഹൽ എന്നാണ് അറബിയിൽ ഇതിന് പറയുന്നത്. പ്രധാന പ്രാർത്ഥനകളായ ഈദ്, റമദാൻ മാസങ്ങളിൽ ഒരേ സമയം 30,000-ലധികം വിശ്വാസികളെ ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയും. പൂർണ്ണമായും വെളുത്ത മാർബിളിൽ നിർമ്മിച്ച ഇസ്ലാമിക് ശില്പശാലയുടെ ഉത്തമ ഉദാഹരണമായ ഈ മസ്ജിദ് കാണാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ടൂറിസ്റ്റുകൾ UAE-യിലേക്ക് എത്താറുണ്ട്. കോർട്ട്യാർഡിന് പുറത്തായി കാണുന്ന ഈ ഒരു വരാന്തയിലൂടെ നമ്മൾ നടക്കുമ്പോൾ 1000-ലധികം വെളുത്ത മാർബിളിൽ പതിപ്പിച്ച തൂണുകളും അതിനു മുകളിലായി സ്വർണം ചാലിച്ച ഈത്തപ്പനയോലയുടെ രൂപവും നമുക്ക് കാണാൻ കഴിയും. എങ്ങനെ ഉണ്ടായിരുന്നു ഷെയ്ഖ് ഗ്രാൻഡ് മോസ്ക്? കൊള്ളാം ഹൻസിയ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഹൻസിൽ എത്രാമത്തെ തൊട്ടോ രണ്ടാമത്തെ തൊട്ടോ വരുന്നത്? ആദ്യത്തെ തൊട്ടോ. എങ്ങനെയുണ്ട്? കൊള്ളാം.
ഇന്നത്തെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അബുദാബിയിലെ അതുല്യ സൗന്ദര്യമുള്ള ഗ്രാൻഡ് മസ്ജിദ് കണ്ടത് ശരിക്കും മനസ്സിൽ നിറഞ്ഞ അനുഭവമായിരുന്നു. ഇപ്പോൾ നമ്മൾ തിരിച്ച് ഷാർജയിലേക്ക് പോവുകയാണ്. ഈ യാത്രയുടെ ഓർമ്മകൾ എന്നും കൂടെ ഉണ്ടാകും. ഇത്തരത്തിലുള്ള യാത്രകളും അനുഭവങ്ങളും ഇനിയും നിങ്ങൾക്കായി കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.